നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ ഓവർസീസിൽ ഇടാൻ പോകുന്ന ഒരു റെക്കോർഡിനെ കുറിച്ചാണ്. ഓവർസീസിൽ നമ്മൾ ഒരു വാർത്ത കേട്ടിരുന്ന ആദ്യ ദിവസം തന്നെ 5 മില്യണിനടുത്ത് കളക്ഷൻ കിട്ടിയെന്നുള്ള വാർത്ത. പിന്നീട് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൽ കിട്ടിയിരിക്കുന്നത് 4 എത്രയായിരുന്നു, ഇവിടെ അങ്ങോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, 4 സംതിങ് ആണ് കിട്ടിയിരിക്കുന്നത്. 4.79 മില്യൺ ആണ് ആദ്യ ദിവസം കളക്ഷൻ കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 2 ദിവസം പൂർത്തിയായിരിക്കുമ്പോൾ 2 ദിവസത്തെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് 7.60, അതായത് 7.6 മില്യൺ ഡോളറാണ് ഓവർസീസിൽ നിന്ന് 2 ദിവസം കൊണ്ട് ഈ സിനിമയ്ക്ക് തൂക്കാൻ സാധിച്ചിരിക്കുന്നത്. ഒരു കാര്യം കൂടി ഇവിടെ എടുത്തു സൂചിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സിനിമ 2 ദിവസം കൊണ്ട് ഇത്ര അടിച്ചു എന്ന് പറയുമ്പോൾ ഒരു മലയാള സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത്, ഓവർസീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ്. 8.87 മില്യൺ ഡോളറാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സിന്. 8.26 മില്യൺ ഡോളറാണ് 2018 എന്ന് പറയുന്ന സിനിമയ്ക്ക്. അവിടെയാണ് 3-ാം സ്ഥാനത്തേക്ക് ഓവർസീസിൽ 7.60 എന്ന് പറയുന്ന കണക്കിലേക്ക് എമ്പുരാൻ എത്തിയിരിക്കുന്നത്. അതും വെറും 2 ദിവസം കൊണ്ട്. ലൂസിഫറിന്റെ ഫൈനൽ കണക്ക് വന്നിരിക്കുന്നത് 7.17 എന്ന് പറയുന്ന ഒരു കണക്കായിരുന്നു. ലൂസിഫറാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ട് 50 കോടിക്ക് മുകളിൽ ഓവർസീസിൽ നിന്ന് കളക്ഷൻ നേടുന്ന ചിത്രം. ആടുജീവിതം 7.13 മില്യൺ ഡോളറും കളക്ഷൻ നേടിയിരുന്നു. ഈ 5 സിനിമകൾക്ക് മാത്രമാണ് ഇതുവരെ ഓവർസീസിൽ 50 കോടി ക്ലബിൽ സാധിച്ചിരിക്കുന്നത്. അവിടെ 3-ാം സ്ഥാനത്തേക്ക് വെറും 2 ദിവസം കൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് ഈ സിനിമയ്ക്ക് എത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ 7.60 എന്ന് പറയുന്ന ഡോളർ ഇതിനകത്തേക്ക് എത്താൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ ഏകദേശം 3 മില്യൺ ഡോളറോളം 2-ാം ദിവസം ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു എന്നുണ്ടെങ്കിൽ നാളെയും മറ്റന്നാളും ഇന്നും നാളെയും കൂടി കൂട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് 12-നടുത്തേക്കെങ്കിലും എത്തും എന്നുള്ളൊരു കാര്യം ഊഹിക്കുക. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് 100 കോടി അടിക്കാൻ പോകുന്ന ആദ്യത്തെ മലയാള സിനിമയായിരിക്കും എമ്പുരാൻ എന്ന് ഞാൻ ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസം പറഞ്ഞ ആ ഒരു വാക്ക് ഞാനിവിടെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അത് നോട്ട് ചെയ്ത് വച്ചേക്കാം. ഓവർസീസിൽ ആദ്യമായിട്ട് 100 കോടി നേടാൻ പോകുന്ന മലയാള സിനിമ എന്ന് പറയുന്നത് എമ്പുരാനായിരിക്കും. വേറൊരു കാര്യം കൂടി ഓർക്കുക, 10-ൽ താഴെ സിനിമകൾക്ക് മാത്രമാണ് ഇന്ത്യൻ സിനിമയിൽ ഓവർസീസിൽ 100 കോടി അടിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതും കൂടി ഓർക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമന്റുകളും സപ്പോർട്ടുകളും താഴെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.